ഉപ്പുവെള്ളം പാടത്തേക്ക് കയറുന്നത് ഭയന്ന് പുഞ്ചകൃഷി ഉപേക്ഷിച്ചിരിക്കുകയാണ് ആലപ്പുഴയിലെ നെൽ കർഷകർ. കഴിഞ്ഞ തവണ കൃഷി ചെയ്തപ്പോൾ ഉപ്പുവെള്ളം കയറി കൃഷി നശിച്ചിരുന്നു. ഇതിന് നഷ്ടപരിഹാരവും ലഭിച്ചിട്ടില്ല. ഇക്കാരണത്താലാണ് കർഷകർ ഇത്തവണ വിത്ത് വിതയ്ക്കാതിരുന്നത്. എനിക്ക് ചുറ്റും കാണുന്ന ഈ പാടശേഖരം ഏകദേശം 300ഓളം ഏക്കറുണ്ട്. ഇപ്പോൾ കൃഷി നടക്കേണ്ട സമയമാണ്, പുഞ്ചകൃഷി. എന്നാൽ ഇവിടെ ഇപ്പോൾ നമുക്ക് കാണുന്നത് പോലെ തരിശായി കിടക്കുന്ന ഭൂമിയാണ്. കർഷകർക്ക് ഉപ്പുവെള്ളം കയറുന്നതിനാൽ കൃഷി ചെയ്യാൻ നിർവാഹമില്ല. വേനൽക്കാലത്ത് പാടശേഖരങ്ങളിൽ ഉപ്പുവെള്ളം കയറുന്നതിനാലാണ് കർഷകർ പുഞ്ചകൃഷി ഉപേക്ഷിക്കുന്നത്. പുഞ്ചകൃഷി ചെയ്ത് നശിക്കുന്ന കൃഷിക്ക് ഇൻഷുറൻസോ മറ്റു ആനുകൂല്യങ്ങളോ ലഭിക്കാത്തതും കർഷകർ കൃഷിയിൽ നിന്ന് പിന്നോട്ടു പോകുന്നതിന് കാരണമായി. 14ഓളം പാടശേഖരങ്ങളുള്ള ആലപ്പുഴ നഗരസഭയുടെ കീഴിൽ 2 പാടങ്ങളിൽ മാത്രമാണ് നിലവിൽ കൃഷി ചെയ്യുന്നത്. ബാക്കിയൊക്കെയും തരിശുഭൂമി പോലെ കിടക്കുന്നു. സർക്കാരിന് കൃഷിയോട് താല്പര്യമില്ലെന്നും കഴിഞ്ഞ തവണ പുഞ്ചകൃഷി നശിച്ചപ്പോൾ 1 രൂപ പോലും കർഷകർക്ക് ലഭിച്ചില്ലെന്നും സംയുക്ത പാടശേഖര സമിതി പ്രസിഡന്റ് സുനിൽകുമാറും സെക്രട്ടറി ഡൊമിനിക് ആന്റണിയും പറഞ്ഞു. കുറെ കാലങ്ങളായിട്ട് കൃഷിയോട് ഗവൺമെന്റിന് വലിയ താല്പര്യമില്ലാത്ത രീതിയിലാണ് കൃഷി വകുപ്പ് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ആലപ്പുഴ മുനിസിപ്പാലിറ്റി 12 പാടശേഖരങ്ങൾ ഇപ്പോൾ കൃഷി ചെയ്യുന്നില്ല. കഴിഞ്ഞ ഞങ്ങളുടെ കൃഷി ചെയ്തപ്പോൾ ഉഷ്ണതരംഗത്തിൽപ്പെടുത്തി ഇൻഷുറൻസ് കവറേജ് തരാമെന്ന് മന്ത്രി പല പ്രാവശ്യം പറഞ്ഞെങ്കിലും ഇതേവരെ ഒരു അറിയിപ്പും ലഭിച്ചിട്ടില്ല കൃഷി വകുപ്പിൽ നിന്ന്. കഴിഞ്ഞ 2 തവണയും ഉപ്പുവെള്ളം കയറില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളെ കൊണ്ട് പുഞ്ചകൃഷി നിർബന്ധമായിട്ടും ചെയ്യിപ്പിച്ചതിന് ശേഷം ഡിസംബർ ജനുവരി ആയപ്പോഴത്തേക്ക് ഉപ്പുവെള്ളം കയറി ഞങ്ങളുടെ കൃഷി നഷ്ടപ്പെടുന്ന സാഹചര്യം. 1 രൂപ പോലും ഇതുവരെ നഷ്ടപരിഹാരം ലഭിച്ചിട്ടില്ല. 1 ഏക്കറിൽ കൃഷി ചെയ്യാൻ ഏകദേശം 54,000 രൂപ ചിലവാകും. കീടരോഗബാധ, പ്രകൃതിക്ഷോഭം എന്നിവ മൂലം കൃഷി നശിച്ചാൽ മാത്രമേ വിളകൾക്ക് ഇൻഷുറൻസും ലഭിക്കുകയുള്ളൂ. ഉപ്പുവെള്ളം കയറി കൃഷി നശിച്ചാൽ ഇൻഷുറൻസും ലഭിക്കുകയുമില്ല. എല്ലാവരും കൃഷിയിലേക്ക് ഇറങ്ങണമെന്ന് സർക്കാർ പറയുമ്പോഴും ഇവിടെ കർഷകർ നഷ്ടം ഭയന്ന് കൃഷി വേണ്ടെന്ന് വെച്ചിരിക്കുകയാണ്. മണ്ണിൽ പൊന്നു വിളയിക്കുന്ന നമ്മുടെ കർഷകരെ അവഗണിക്കരുത്. ക്യാമറ പേഴ്സൺ ലയേഷ് കാഞ്ഞികാവിനൊപ്പം ഫൈസൽ അസീസ്, മീഡിയ 1, ആലപ്പുഴ.